IPL-ൽ കൂടുവിട്ട് കൂടുമാറ്റം പതിവാണ്. വിരാട് കോഹ്ലിയെ പോലെയുള്ള അപൂർവം താരങ്ങൾ മാത്രമാണ് ഒറ്റ ഫ്രാഞ്ചൈസിക്ക് മാത്രമായി ഇതുവരെ കളിച്ചിട്ടുള്ളത്. ഈ സീസണിൽ കളിച്ച ടീമിനൊപ്പം അടുത്ത സീസണിൽ എത്ര താരങ്ങൾ ഉണ്ടാകുമെന്ന പ്രവചനം അസാധ്യമാണ്. ക്യാപ്റ്റന്മാരുടെ സ്ഥാനം പോലും പല ടീമുകളിലും ഉറപ്പല്ല. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയെ കിരീട നേട്ടത്തിലേക്ക് നയിച്ച ശ്രേയസ് അയ്യർ ഇത്തവണ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്നുവെന്നും ഓർക്കണം. ഋഷഭ് പന്തും ഫാഫ് ഡു പ്ലസിസും KL രാഹുലുമൊക്കെയാണ് മറ്റ് ഉദാഹരണങ്ങൾ. താരങ്ങൾ ഫ്രാഞ്ചൈസി വിടുന്നത് സംബന്ധിച്ച് കിംവദന്തികളും പ്രചരിക്കാറുണ്ട്. സമീപകാലത്ത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെ ചുറ്റിപ്പറ്റിയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടിക പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ കാണാനാവുന്നത് സഞ്ജു അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിയേക്കുമെന്ന പ്രവചനങ്ങളാണ്. പരിക്കുകൾ സഞ്ജുവിനെ വലച്ച സീസണായിരുന്നു ഇത്തവണത്തേത്. ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും സഞ്ജുവിന് ടീമിൽ റോളുകൾ കുറയുന്നുവെന്നും പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായി സഞ്ജു ചേരില്ലെന്നും അടക്കം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളി സാക്ഷാൽ ദ്രാവിഡ് തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതൊക്കെ എങ്ങനെ പ്രചരിക്കുന്നുവെന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നാൽ സഞ്ജുവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ പലപ്പോഴും അവസാനിച്ചിട്ടില്ല. ടീം ക്യാമ്പ് വിട്ടപ്പോൾ സഞ്ജു രാജസ്ഥാൻ റോയൽസിനോട് ബിഗ് ബൈ പറയുന്ന ദൃശ്യങ്ങൾ അഭ്യൂഹങ്ങളുടെ എരുതിയിൽ വീണ്ടും എണ്ണയൊഴിച്ചു. രാജസ്ഥാൻ റോയൽസ് പങ്കുവച്ച വീഡിയോ ആരാധകരിലും സംശയമുണ്ടാക്കി. സഞ്ജു ടീം വിടുന്നതിന്റെ സൂചനയാകാമെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ബിഗ് ബൈ പരാമർശനത്തിൽ മറ്റ് വ്യാഖ്യാനങ്ങളൊന്നും തന്നെ ആവശ്യമില്ലെന്നും സഞ്ജു റോയൽസ് ടീം വിടില്ലെന്നും വാദമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സഞ്ജു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് വീണ്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ജീവൻ പകരുന്നത്. നീങ്ങാൻ സമയമായി എന്ന ക്യാപ്ഷനാണ് ഭാര്യ ചാരുലതയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സഞ്ജു കുറിച്ചത്. നിലവിൽ ക്രിക്കറ്റ് തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സഞ്ജു ഭാര്യയ്ക്കൊപ്പം വെക്കേഷന് പോകുന്നതായിരിക്കാം ഇതിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ ആരാധകർ അതിന് മറ്റൊരു അർത്ഥം കണ്ടെത്തുകയാണ്. നീങ്ങാൻ സമയമായി എന്നത് രാജസ്ഥാൻ വിടുന്നതിന്റെ സൂചനയാണെന്നും പശ്ചാത്തലത്തിലെ തമിഴ് പാട്ട് വ്യക്തമാക്കുന്നത് താരം ചെന്നൈയിലേക്കാണെന്നുമാണ് ചില ആരാധകരുടെ കണ്ടെത്തൽ. എന്നാൽ സഞ്ജു രാജസ്ഥാനിൽ തുടരുമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. IPL-ന്റെ അടുത്ത സീസണിൽ 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു സാംസണിനെ കാണാനാവുമോ എന്ന ചോദ്യങ്ങളും ചർച്ചയാവുന്നുണ്ട്. ആരാധകർക്കിടയിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാവുന്നത് അദ്ദേഹത്തിന്റെ കൂടുമാറ്റത്തെ കുറിച്ച് തന്നെയാണ്. കരിയറിന്റെ തുടക്കം മുതൽ രാജസ്ഥാൻ റോയൽസ് കുടുംബത്തിലെ ഭാഗമായ സഞ്ജു വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ പലരും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊരു നീക്കം താൻ പ്ലാൻ ചെയ്യുന്നതായി സൂചനകളൊന്നും നൽകുകയും ചെയ്തിരുന്നില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം സഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ആരാധകർക്കിടയിൽ വൈറലായി. അതേ തുടർന്ന് തന്നെയാണ് പല ചർച്ചകളും ഉയരുന്നതും. റോയൽസ് വിടാൻ താൻ തയ്യാറായി കഴിഞ്ഞെന്ന സൂചനകളും അദ്ദേഹം ഇതിലൂടെ നൽകി കഴിഞ്ഞുവെന്നാണ് പലരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതോടെയാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടുകയാണെന്നും ആരാധകർ ഉറപ്പിച്ചിരിക്കുന്നത്. ഫോട്ടോയ്ക്ക് താഴെ പലരും ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സഞ്ജു ഇവിടെയൊന്നും പ്രതികരിച്ചിട്ടുമില്ല. സഞ്ജു ബ്രോ രാജസ്ഥാനിൽ നിന്നും പോവല്ലേ എന്നായിരുന്നു ഒരു കമന്റ്. മറ്റൊരു കമന്റ് നിങ്ങൾ CSK-യിലേക്ക് വരൂ എന്നാണ്. CSK-യിലേക്ക് സഞ്ജു മൂവ് ചെയ്യുകയാണെന്നായിരുന്നു മറ്റൊരു കമന്റ്. തമിഴ് ഗാനം, ക്യാപ്ഷൻ എന്നിവയെല്ലാം CSK-യിലേക്കുള്ള കൂടുമാറ്റം സഞ്ജു സ്വീകരിച്ചിരിക്കുകയാണെന്നും മറ്റൊരാൾ കുറിക്കുന്നുണ്ട്. എന്നാൽ രാജസ്ഥാൻ റോയൽസ് വിടില്ലേ എന്നായിരുന്നു മറ്റൊരു വിഭാഗം ആരാധകർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത്. IPL-ന്റെ അടുത്ത സീസണിന് മുൻപ് മിനി ലേലം നടക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് ട്രേഡ് വിൻഡോ തുറക്കുകയും ചെയ്യും. ലീഗിലെ ഫ്രാഞ്ചൈസികൾക്ക് പരസ്പരം കളിക്കാരെ വാങ്ങാനും വിൽക്കാനുമെല്ലാം ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. മുൻ ട്രേഡ് വിൻഡോയിൽ ഇത്തരത്തിൽ പല കൂടുമാറ്റങ്ങൾ നേരത്തെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചത് 2023-ലെ ട്രേഡ് വിൻഡോയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ കൂടിയായ ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് തിരികെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. ട്രേഡ് വിൻഡോ അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയായിരുന്നു ഈ സർപ്രൈസ് കൂടുമാറ്റം. സമാനമായൊരു ട്രേഡ് സഞ്ജു സാംസന്റെ കാര്യത്തിലും സംഭവിക്കാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ല. അദ്ദേഹത്തെ വാങ്ങാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ തീർച്ചയായും രംഗത്തിറങ്ങുമെന്ന പല തമിഴ് മാധ്യമങ്ങളും ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. അതിനുവേണ്ടി 23 കോടി വരെ മുടക്കാൻ CSK തയ്യാറായി കഴിഞ്ഞതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല സഞ്ജുവിനെ വിട്ടു നൽകണമെങ്കിൽ പകരം ഒരു താരത്തെ തങ്ങൾക്ക് കൈമാറാനും റോയൽസ് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ. സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെ ആയിരിക്കും റോയൽസ് ചോദിക്കുകയെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്.